Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പപ്പായ വെച്ച് 2 സ്വീറ്റ്സ് റെസിപ്പിയാണ്. പപ്പായ പുഡിംഗ് ആൻഡ് പപ്പായ ഹൽവ. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പപ്പായ പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ആദ്യം നോക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം, എന്നാലേ ഈ ജലാറ്റിൻ പെട്ടെന്ന് സോക്കായി വരികയുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ആഡ് ചെയ്യണം. ഈ ജലാറ്റിനും ഈ പഞ്ചസാരയും പാലും എല്ലാം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ ജലാറ്റിൻ നന്നായി മെൽറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക്. ഇനി 2 കപ്പ് പപ്പായ പൾപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ്. ഇനി ഇതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിവിടെ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുഡിംഗ് സെറ്റ് ആവുന്നതിന് വേണ്ടി 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തത്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിനു വേണ്ടി ചെറി, ഡ്രൈ ബ്ലാക്ക് ഗ്രേപ്സ് എന്നിവ വെച്ചാണ് ഞാൻ ഗാർണിഷ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി പപ്പായ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ പപ്പായ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് മെൽറ്റായി വരണം. ഇതിലേക്ക് ഇനി 1 കപ്പ് പപ്പായ പൾപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഈ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായി മെൽറ്റായി വരണം. അതുവരെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഈ ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ടു പോരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ ആയി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത കാഷ്നട്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി.
ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു കണ്ടെയ്നറിലേക്ക് ബട്ടർ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഹൽവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ബട്ടർ ഫോയിൽ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഇട്ട് പ്രസ് ചെയ്തെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ഹൽവ ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു സ്പൂൺ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു ഷേപ്പാക്കി എടുക്കണം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ബദാം, പിസ്ത, കാഷ്യൂനട്ട് എന്നിവ ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കണ്ടെയ്നറിൽ നിന്ന് മാറ്റാം. ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചത് കൊണ്ട് നമുക്കിത് കണ്ടെയ്നറിൽ നിന്ന് മാറ്റാൻ എളുപ്പമാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ടേസ്റ്റായ ഒരു ഹൽവയാണിത്. പപ്പായ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിവിടെ സമചതുരത്തിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി. നമുക്കിനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയ ഒരു ഹൽവയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങളിൽ എത്താൻ വേണ്ടി ആ ബെൽ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.